ഡിയർ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ദ സെഷൻ. അപ്പോൾ നമ്മൾ നീഡിൻ്റെ അഞ്ചാമത്തെ ഉപയോഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് 16 നന്നായിട്ട് ഒന്നും കൂടി വാച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ വീഡിയോ കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ യൂസേജിലേക്ക് കിടക്കുകയാണ് നീഡിൻ്റെ. അപ്പോൾ സ്ട്രക്ചർ നോക്കൂ. നീഡിൻ്റെ ഹാവ് പ്ലസ് V3. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാകുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് പിന്നെ നീഡിൻ്റെ ഹാവ് പ്ലസ് വെർബിൻ്റെ മൂന്നാമത്തെ ഫോം കൊടുക്കണം. ക്ലിയർ? അപ്പോൾ അത് ഉപയോഗിക്കേണ്ട സന്ദർഭം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിരുന്നു. ഓക്കെ, ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ പാടെ ചെടികൾക്കെല്ലാം വെള്ളം നനച്ചു. ഓക്കെ, അപ്പോൾ അവൾ പറയാണ്, അമ്മ ചെടി നനയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ ഓൾറെഡി ചെടി നനച്ചു കഴിഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ അവൾ പറയാണ്, ചെടി നനയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഓൾറെഡി ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു. പക്ഷേ പിന്നീട് പറയണം, അയ്യോ അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, നിങ്ങൾ റൂം വൃത്തിയാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഓൾറെഡി ഞങ്ങളുടെ സെർവൻറ്റ് എല്ലാ ദിവസവും റൂം ക്ലീൻ ആക്കി ഇടാറുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് റൂം ക്ലീൻ ചെയ്തത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ അതാണ് സന്ദർഭം. അപ്പോൾ നമ്മൾ സന്ദർഭം മനസ്സിലാക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നോക്കാം നമുക്ക് എക്സാമ്പിൾസ്. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കൂ. യു നീഡിൻറ്റ് ഹാവ് ഹയേർഡ് എ ടാക്സി. ഇപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി, ബസ് വരുന്ന കാണുന്നേ ഇല്ല. അപ്പം നമ്മൾ എന്താ അർജൻറ്റായിട്ട് പോകേണ്ട ആവശ്യമുണ്ട് അല്ലേ? അർജൻറ്റായിട്ട് നമുക്ക് ഇപ്പോൾ കൃത്യസമയത്ത് തന്നെ ഓഫീസിലെത്തണം. പക്ഷേ സ്ഥിരമായി വരുന്ന ബസ് കാണുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഓട്ടോ വിളിച്ചു പോകുന്നു. ക്ലിയർ? പക്ഷേ നമ്മൾ ഓട്ടോ പിടിച്ചു പോയി ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ബസ് വന്നു. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് പറയാണ്, യു നീഡിൻറ്റ് ഹാവ് ഹയേർഡ് എ ടാക്സി ഓർ ആൻ ഓട്ടോറിക്ഷ. ദ ബസ് അറൈവ് 2 minutes ആഫ്റ്റർ യു ലെഫ്റ്റ്. നിങ്ങൾ പോയതിന് 2 മിനിറ്റിന് ശേഷം, ഓക്കെ, നിങ്ങൾ പോയി 2 മിനിറ്റിന് ശേഷം ബസ് വന്നു. ഓക്കെ, അപ്പോൾ യു നീഡിൻറ്റ് ഹാവ് hired a taxi or you needn't have taken a taxi or you needn't have called an auto rickshaw. അങ്ങനെയൊക്കെ പറയാം നമുക്ക് അല്ലേ? The bus arrived, ബസ് എത്തിയിരുന്നു 2 minutes after you left. അപ്പോൾ ലീവിൻ്റെ പാസ്റ്റ് ആണ് ലെഫ്റ്റ്. ഓക്കെ, ലീവ് ലെഫ്റ്റ്. ക്ലിയർ? അപ്പോൾ 2 minutes after you went എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ് എന്ത്? ആഫ്റ്റർ യു ലെഫ്റ്റ് എന്നുള്ളത്. അതുപോലെ ഈ ലീവ് ലെഫ്റ്റ് എന്നുള്ളത് നമ്മൾ വേറെയും ഉപയോഗങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഞാൻ ബസ്സിൽ നിന്ന് എൻ്റെ കുട എടുക്കാൻ മറന്നുപോയി എന്ന് വിചാരിച്ചോളൂ. അപ്പം നമ്മൾ ഐ ഫോർഗോട്ട് മൈ അംബ്രല്ല ഓൺ ദ ബസ് എന്ന് പറയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ലത് ഐ ലെഫ്റ്റ് മൈ അംബ്രല്ല ഓൺ ദ ബസ്. അതാണ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് കേൾക്കാനും രസം. മനസ്സിലായി? ആദ്യം പറഞ്ഞാൽ തെറ്റാണ് എന്നല്ല. ക്ലിയർ? അപ്പോൾ ലീവിൻ്റെ ഉപയോഗം ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രം. അതുപോലെ ഇവിടെ കോൾ എന്ന് പറയുന്ന വെർബിൻ്റെ 3 ഫോം എന്താണ്? കോൾ, കോൾഡ്, കോൾഡ്. ആ മൂന്നാമത്തെ ഫോമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യു നീഡിൻറ്റ് ഹാവ് കോൾഡ് എ ടാക്സി ഓർ യു നീഡിൻറ്റ് ഹാവ് കോൾഡ് ആൻ ഓട്ടോറിക്ഷ. അപ്പോൾ സ്ട്രക്ചർ മനസ്സിലായല്ലോ. സബ്ജക്റ്റ് പ്ലസ് നീഡിൻറ്റ് ഹാവ് പ്ലസ് വെർബിൻ്റെ മൂന്നാമത്തെ ഫോം. ഹയേർഡ്, ടേക്ക്, ടുക്ക്, ടേക്കൺ. അപ്പോൾ ആ മൂന്നാമത്തെ ഫോം. ഓക്കെ, രണ്ടാമത്തെ ഫോം നോക്കൂ. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ. വി നീഡിൻറ്റ് ഹാവ് ബ്ലെയിംഡ് ഹർ. ബ്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റപ്പെടുത്തുക. ബ്ലെയിംഡ്. അപ്പോൾ മൂന്നാമത്തെ ഫോമാണ് ബ്ലെയിംഡ്. കുറ്റപ്പെടുത്തുക എന്നുള്ള ആ വേർഡിൻ്റെ മൂന്നാമത്തെ ഫോം. ബ്ലെയിംഡ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് വി, നമ്മൾ, നീഡിൻറ്റ് ഹാവ് പ്ലസ് ബ്ലെയിംഡ് ഹർ അല്ലേ? അപ്പം നമ്മൾ അവളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓൾറെഡി അവളെ കുറ്റപ്പെടുത്തി. മനസ്സിലായോ? അപ്പം നമുക്ക് മറ്റുള്ളവരെ കൂട്ടം കൂടി ഇരുന്ന് കുറ്റപ്പെടുത്തുക എന്നുള്ളത് ഒരു മനുഷ്യ സഹജമായ ഒരു ശീലമാണ് അല്ലേ? നമുക്കൊരു ആനന്ദം തരുന്നൊരു സംഭവമാണ് അല്ലേ? അപ്പോൾ കുറ്റമുള്ളതാണെങ്കിൽ ഇല്ലെങ്കിലും വെറുതെ ഇരുന്ന് അത്യാവശ്യം കുറ്റപ്പെടുത്താൻ നമുക്ക് വളരെ സാമർഥ്യമുള്ള ആൾക്കാരാണ് നമ്മൾ മനുഷ്യന്മാർ അല്ലേ? ഓക്കെ, അപ്പോൾ വി നീഡിൻറ്റ് ഹാവ് ബ്ലെയിംഡ് ഹർ. നമ്മൾ അവളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ക്ലിയർ? ഷീ വാസ് വെരി സാഡ് യെസ്റ്റർഡേ. ഇന്നലെ അവൾ വളരെ ദുഃഖിതയായിരുന്നു. നമ്മൾ വെറുതെ അവളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അവൾ ഏതെങ്കിലും ഒരു പെർഫോമൻസ്, ഏതെങ്കിലും ഒരു പരിപാടിയിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോഴാണ് നമ്മൾ അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവുക. ഓക്കെ,
കുറ്റപ്പെടുത്തി, ഓൾറെഡി കുറ്റപ്പെടുത്തി. അപ്പോഴാണ് പറയുന്നത്, പിന്നീട് പറയാണ്, പക്ഷേ നമ്മളവളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമല്ലേ. അപ്പോൾ നീഡിൻ്റെ ഹാവ് ആവശ്യം പ്ലസ് വെർബ്, ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മൾ അവളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഷീ വാസ് സാഡ് യെസ്റ്റർഡേ. ക്ലിയർ? ഇനി ഇത് തന്നെ ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കോളൂ. വി ഷുഡിൻറ്റ് ഹാവ് ബ്ലെയിംഡ് ഹർ. അത് അങ്ങനെയും പറയാം. വി ഷുഡിൻറ്റ് ഹാവ് ബ്ലെയിംഡ് ഹർ. ഓക്കെ, അങ്ങനെയും പറയാം. പക്ഷെ നമ്മളിവിടെ നീഡ് വെച്ച് പഠിക്കുന്നതുകൊണ്ട് നമ്മൾ നീഡിൻറ്റ് ഹാവ് എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഷുഡിൻറ്റ് ഹാവ്, നീഡിൻറ്റ് ഹാവ് ചെറിയ ഡിഫറൻസ് ഉണ്ട് മീനിങ്ങിൽ, സന്ദർഭത്തിൽ. എന്നിരുന്നാലും ഇങ്ങനെയും പറയാനുള്ള സാധ്യതയുണ്ട്. വി ഷുഡിൻറ്റ് ഹാവ് ബ്ലെയിംഡ് ഹർ. നമ്മൾ അവളെ കുറ്റപ്പെടുത്തരുതായിരുന്നു. ഓക്കെ, കുറ്റപ്പെടുത്തരുതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞത് നമ്മൾ അവളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായി? അതാണ് ആ ഡിഫറൻസ് അല്ലേ. സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നാലും നമ്മൾ നീഡ് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ഫോക്കസ് ചെയ്യുന്നത് മാത്രം. വി നീഡിൻറ്റ് ഹാവ് ബ്ലെയിംഡ് ഹർ. ഓക്കെ, ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. നിങ്ങൾ ചെടികൾ നനയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓൾറെഡി നിങ്ങൾ ചെടി നനച്ചു. മനസ്സിലായോ? ആ ചെടി നനച്ചു കഴിഞ്ഞു. എന്നിട്ട് അതിന് ശേഷമാണ് പറയുന്നത്. മനസ്സിലായോ? യു നീഡിൻറ്റ് ഹാവ് വാട്ടർ ദ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചെടി നനയ്ക്കുക. വാട്ടർ ദ പ്ലാന്റ്സ്, ചെടി നനച്ചിരുന്നു. അതിൻ്റെ തേർഡ് ഫോമാണ് വാട്ടർ. അപ്പോൾ യു നീഡിൻറ്റ് ഹാവ്, സ്ട്രക്ചർ നന്നായിട്ട് നോക്കണേ. യു നീഡിൻറ്റ് ഹാവ് വാട്ടർ ദ പ്ലാന്റ്സ്. നിങ്ങൾ ചെടി നനയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ക്ലിയർ? നാലാമത്തെ, ഹി നീഡിൻറ്റ് ഹാവ് ക്ലീൻഡ് ദ റൂം. അവൻ നീഡിൻറ്റ് ഹാവ്, ആവശ്യം ഉണ്ടായിരുന്നില്ല, എന്ത്? ക്ലീൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അവൻ്റെ റൂം. ഓക്കെ, ഹി നീഡിൻറ്റ് ഹാവ് ക്ലീൻഡ് ദ റൂം. അവർ സെർവൻറ്റ് ക്ലീൻസ് ഇറ്റ് എവരി ഡേ. സെർവൻറ്റ് ക്ലീൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാറുണ്ട്. ഡെയിലി റുട്ടീൻ അല്ലേ. അപ്പോൾ അത് പ്രസൻറ്റ് ഫോമിൽ, സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുന്നത്. അവർ സെർവൻറ്റ് ക്ലീൻസ്. അവർ സെർവൻറ്റ് എന്ന് പറയുമ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് അല്ലേ. അതുകൊണ്ട് ക്ലീൻ എന്നുള്ള വെർബിൻ്റെ കൂടെ എസ് കൊടുക്കണം. ക്ലിയർ? അവർ സെർവൻറ്റ് ക്ലീൻസ് ഇറ്റ് എവരി ഡേ. ക്ലിയർ? അപ്പോൾ ഈ സ്ട്രക്ചർ മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് പ്ലസ് നീഡിൻറ്റ് ഹാവ് പ്ലസ് V3. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞുതരാം. You didn't need to call a taxi. You didn't need to call a taxi എന്ന് പറഞ്ഞാൽ എന്താ? പാസ്റ്റ് ഫോം അല്ലേ. ഡിഡിൻറ്റ് നീഡ്, ആവശ്യമുണ്ടായിരുന്നില്ല. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമല്ലേ. അപ്പോൾ യു ഡിഡിൻറ്റ് നീഡ്, ആവശ്യം ഉണ്ടായിരുന്നില്ല. ഡിഡ് ആകുമ്പോൾ പാസ്റ്റ് അല്ലേ. അപ്പോൾ യു ഡിഡിൻറ്റ് നീഡ്, ആവശ്യം ഉണ്ടായിരുന്നില്ല. ടു കോൾ എ ടാക്സി, ടാക്സി വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സെൻറ്റൻസും യു നീഡിൻറ്റ് ഹാവ് കോൾഡ് എ ടാക്സി, ഇതിൻ്റെ വ്യത്യാസം എന്തായിരിക്കും? യു നീഡിൻറ്റ് ഹാവ് കോൾഡ് എ ടാക്സി. യു നീഡിൻറ്റ് ഹാവ് കോൾഡ് എ ടാക്സി, ഈ രണ്ട് വ്യത്യാസം. ഇത് രണ്ടും മലയാളത്തിൽ പറയുമ്പോൾ സെയിം മീനിങ് ആണ്. നീ ടാക്സി വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതും അത് തന്നെ. യു ഡിഡിൻറ്റ് നീഡ് ടു കോൾ എ ടാക്സി. അപ്പോൾ ഇത് നമ്മൾ സ്റ്റെപ്പ് 16 പറഞ്ഞതാണ് ഈ മോഡൽ സെൻറ്റൻസ് കേട്ടോ, ഈ സ്ട്രക്ചർ. അപ്പോൾ രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷെ സന്ദർഭം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങൾ ഓൾറെഡി ടാക്സി വിളിച്ചു കഴിഞ്ഞു. ടാക്സി വിളിച്ചു കഴിഞ്ഞ് നിങ്ങൾ പോയി. അതിനുശേഷം പിന്നീടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ ടാക്സി വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അപ്പോൾ തന്നെ ബസ് വന്നിരുന്നു. നിങ്ങൾ പോയി 2 മിനിറ്റിനുള്ളിൽ തന്നെ ബസ് വന്നിരുന്നു. മനസ്സിലായോ? ഇവിടുത്തെ മീനിങ് എന്ന് പറയുന്നത് നിങ്ങൾ ടാക്സി വിളിച്ചിരുന്നില്ല. മനസ്സിലായോ? അപ്പോൾ അതിനെ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്ത് പറയണം. ശരി, നിങ്ങൾ ഏതായാലും ടാക്സി വിളിക്കാൻ ഞാൻ നന്നായി. മനസ്സിലായോ? യു ഡിഡിൻറ്റ് നീഡ് ടു കോൾ എ ടാക്സി. മനസ്സിലായോ? അപ്പോൾ വ്യത്യാസം മനസ്സിലായോ? ഇവിടെ നിങ്ങൾ ടാക്സി വിളിച്ചിരുന്നില്ല. ഇവിടെ നിങ്ങൾ എന്താ, ടാക്സി വിളിച്ചിരുന്നു. അതാണ് വ്യത്യാസം. അനദർ എക്സാമ്പിൾ, യു ഡിഡിൻറ്റ് നീഡ് ടു കം. ഓക്കെ, യു ഡിഡിൻറ്റ് നീഡ് ടു കം എന്ന് പറഞ്ഞാൽ നീ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി അവൻ വന്നിരുന്നില്ല. മനസ്സിലായോ? അവൻ വന്നിരുന്നില്ല. എന്നാലും അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പറയാം, നീ വരാൻ ഞാൻ നന്നായി. ഓക്കെ, യു ഡിഡിൻറ്റ് നീഡ് ടു കം, നീ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? പക്ഷേ യു നീഡിൻറ്റ് ഹാവ് കം, കേം, കം, മൂന്നാമത്തെ വെർബ്.
വെർബ് ഫോം. അപ്പോൾ യു നീഡിൻറ്റ് ഹാവ് കം എന്ന് പറഞ്ഞാലോ ഓൾറെഡി നീ വന്നു പക്ഷെ എന്നിട്ട് പക്ഷേ നീ വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മനസ്സിലായ വ്യത്യാസം? ക്ലിയർ അല്ലേ അത്? അപ്പോൾ യു നീഡിൻറ്റ് ഹാവ് കം, യു ഡിഡിൻറ്റ് നീഡ് ടു കം, രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അവിടെ അദ്ദേഹം വന്നതിന് ശേഷമാണ്. ഇപ്പം നമ്മൾ പറയാറില്ലേ, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു 5 പേരുണ്ടാവുന്നു, നമ്മളൊരു 10 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി. അപ്പോൾ വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് പറയുകയാണ്, നിങ്ങൾ ഈ 10 പേർക്കുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും ഭക്ഷണം എന്തിനാണ് ഉണ്ടാക്കിയത്, ഇത്രയും ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? അപ്പോൾ യു നീഡിൻറ്റ് ഹാവ് പ്രിപ്പയർഡ് ടു മച്ച് ഫുഡ്. മനസ്സിലായോ? ഒരുപാട് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷമാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി ഗസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു, അവർ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു, പക്ഷെ അവർ വന്നില്ല. അപ്പോൾ നമ്മൾ പറയണ വി ഡിഡിൻറ്റ് നീഡ് ടു പ്രിപ്പയർ ഫുഡ്. അപ്പോൾ എന്താ, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നില്ല. എന്നിട്ടും നമ്മൾ പറയണം ശരിയാ, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ നന്നായി, വി ഡിഡിൻറ്റ് നീഡ് ടു പ്രിപ്പയർ ഫുഡ്. ഓക്കെ, അപ്പോൾ വ്യത്യാസം മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അത് സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്യണം, ആ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കി പഠിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ 6th വൺ, നീഡ് പ്ലസ് ജെറണ്ട്. നമ്മൾ അടുത്ത ഉപയോഗമാണ് കേട്ടോ. നീഡ് പ്ലസ് ജെറണ്ട്, അതായത് സബ്ജക്റ്റ് പ്ലസ് നീഡ് പ്ലസ് ജെറണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് നോക്കൂ. ഇപ്പം ഇന്ന് ഈ ജെറണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു വർബ് എടുക്കുക, കട്ട് എന്നുള്ളൊരു വർബ് എടുക്കുക, ആ കട്ടിൻ്റെ കൂടെ ING കൊടുക്കുക. അപ്പോൾ എന്തായി, അന്നേരം അതൊരു നൗണായിട്ട് മാറും. മനസ്സിലായോ? കട്ടിങ്ങായിട്ട് വരും, മുറിക്കൽ എന്നുള്ള അർത്ഥമായിട്ട് വരും. മുറിക്കുക എന്നുള്ളതല്ല, കട്ടിങ്, മുറിക്കൽ എന്നുള്ളൊരു അർത്ഥത്തിൽ വരുന്നത്. ഓക്കെ, എല്ലായ്പ്പോഴും അങ്ങനെയല്ല, ചില സെൻറ്റൻസുകളിൽ. ഓക്കെ, അപ്പോൾ കട്ടിങ് വരുമ്പോൾ മുറിക്കൽ, അപ്പോൾ അതൊരു നൗണായിട്ട് മാറും. അപ്പോൾ ഒരു വെർബിൻ്റെ കൂടെ ഒരു ING ചേർക്കുമ്പം അത് നൗണായിട്ട് മാറുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ജെറണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ ലവ് ഡാൻസിങ്, എനിക്ക് നൃത്തം ഇഷ്ടമാണ്. അപ്പോൾ ഡാൻസ് എന്നുള്ള വെർബിൻ്റെ കൂടെ ING ചേർത്തപ്പോൾ അത് എന്തായി, ഡാൻസ് ചെയ്യുക എന്നാണ് ഡാൻസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിൻ്റെ കൂടെ ING ചേർത്തപ്പോൾ അത് ഡാൻസിങ് എന്നായി. ഓക്കെ, ഡാൻസിങ്, അപ്പോൾ നൃത്തം എന്നുള്ള വേർഡ് മീനിങ് വന്നു. ഓക്കെ, അപ്പോൾ ഡാൻസ് പ്ലസ് ING, അപ്പോൾ ഡാൻസിങ്, അപ്പോൾ അത് ജെറണ്ടായി. ക്ലിയർ അല്ലേ? അപ്പോൾ ഐ ലവ് ഡാൻസിങ്, അത് തന്നെ ഐ ലവ് ഡാൻസിങ് എന്നും പറയാം, ഐ ലവ് ടു ഡാൻസ് എന്നും പറയാം. നൃത്തം ചെയ്യുവാൻ, ഇവിടെ നൃത്തം ചെയ്യാൻ എനിക്കിഷ്ടമാണ്, ഇവിടെ നൃത്തം എനിക്കിഷ്ടമാണ്. രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, അനദർ എക്സാമ്പിൾ, ഐ ലൈക്ക് ടു ഡ്രൈവ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. പിന്നെ ഐ ലൈക്ക് ഡ്രൈവിങ് എനിക്കിഷ്ടമാണ്. നമ്മളങ്ങനെ പറയാറില്ലേ? അപ്പോൾ അതാണ് വ്യത്യാസം. ഇവിടെ ഇത് ജെറണ്ടായിട്ട് ഉപയോഗിക്കും, ഇവിടെ വെർബായിട്ട് ഉപയോഗിക്കും. ക്ലിയർ അല്ലേ അത്? ഇനി നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുത്തു എന്ന് വരും. എന്നിരുന്നാലും നിങ്ങളത് ക്ഷമയോടെ പ്രാക്ടീസ് ചെയ്യണം. വീഡിയോ കംപ്ലീറ്റ് കാണണം. ഓക്കെ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി ശ്രദ്ധിച്ച് പഠിക്കണം. മനസ്സിലായി? വേഗം ഒരു വീഡിയോ 5 മിനിറ്റ് എടുത്ത് വിട്ടാലും നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് സമയം എടുത്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നൈസ്. So I really appreciate your patience. Okay, you are taking a great effort with me. Okay, then കാര്യത്തിലേക്ക് കടക്കാം. My hair needs cutting. അപ്പോൾ ഇവിടെ നോക്കൂ, my hair സബ്ജക്റ്റ്, my hair എന്നുള്ളത് 3rd person സിംഗുലർ ആണ്. മനസ്സിലായി? അതുകൊണ്ട് നീഡിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട് S കൊടുത്തു, നീഡ്സ്, പിന്നെ കട്ടിങ് എന്നുള്ള വെർബിൻ്റെ കൂടെ ING കൊടുത്തു. അതായത് ഈ സന്ദർഭം പറയേണ്ടത് എൻ്റെ മുടി മുറിക്കാറായിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ആ ഒരു സന്ദർഭം, നിങ്ങളുടെ മുടി മുറിക്കാറായിരിക്കുന്നു. യുവർ ഹെയർ നീഡ്സ് കട്ടിങ്. നമ്മൾ അങ്ങനെ പറയാറില്ലേ? മുടിയൊക്കെ കണ്ട് ആകെ അലങ്കോലമായിരിക്കുന്നു, ആകെ വൃത്തിയോടായിരിക്കുന്നു. അപ്പോൾ പറയാണ് യുവർ ഹെയർ നീഡ്സ് കട്ടിങ്. ഓക്കെ, ഇനി അത് ചിൽഡ്രൻസ് ഹെയർ ആണെങ്കിലോ കുട്ടികളുടെ എന്ന് വരൂലേ? ക്ലിയർ? അപ്പോൾ നിങ്ങൾ നോക്കൂ, ആലോചിച്ച് നോക്കൂ എങ്ങനെ പറയുന്ന. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് പോകും. മൈ ഹെയർ നീഡ്സ് കട്ടിങ്. എൻ്റെ ഹെയർ മുടി മുറിക്കാറായിരിക്കുന്നു. ഓക്കെ, പിന്നെ യുവർ ഹൗസ് നീഡ്സ് പെയിൻറ്റിങ്. യുവർ ഹൗസ് നീഡ്സ് പെയിൻറ്റിങ് പ്രസൻറ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് മാത്രമാണ് S ചേർത്ത് കൊടുത്തത്. പാസ്റ്റ് ആകുമ്പോൾ വേണ്ട. ഇപ്പം യുവർ ഹൗസ് നീഡഡ് പെയിൻറ്റിങ്.
ഓക്കെ, ആവശ്യമായിരുന്നു, പെയിൻറ് ചെയ്യേണ്ട ആവശ്യമായിരുന്നു. ഓക്കെ, ഇപ്പം ഇപ്പോഴത്തെ കാര്യം പറയുന്നത്, നിങ്ങളുടെ ഹൗസ് ആകെ വൃത്തിയുടെ വീട്ടിൽ നമ്മൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്, പെയിൻറ്റിങ് എല്ലാം താറുമാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് യുവർ ഹൗസ് നീഡ്സ് പെയിൻറ്റിങ്, വീട് പെയിൻറ് ചെയ്യാറായിരിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? മീനിങ് മനസ്സിലായി. അതേപോലെ യുവർ കാസ്, അയാൾക്ക് 2 അതിൽ കൂടുതലോ കാറുകൾ എന്നാണ്, എസ് ആണ്, അതുകൊണ്ട് നീഡ് മതി. അപ്പോൾ ഈ 2 സെൻറ്റൻസ് നമ്മൾ വ്യത്യാസം മനസ്സിലായോ? ഇവിടെ നീഡ്സ് ആണ്, ഇവിടെ നീഡാണ്. അപ്പോൾ ഇത് സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് നീഡ്സ്. ഇത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, കാസ് എന്നുണ്ട് അല്ലേ, 2 അതിൽ കൂടുതലുണ്ട്, അതുകൊണ്ട് നമ്മൾ നീഡ് വന്നു. യുവർ കാസ് നീഡ് സർവീസിങ്, നിങ്ങളുടെ കാറുകൾ സർവീസ് ചെയ്യാറായിരിക്കുന്നു, നിങ്ങളുടെ കാറുകൾ സർവീസ് ചെയ്യാതായിരിക്കുന്നു. ഓക്കെ, അതുപോലെ നമുക്ക് കൂടുതൽ സെൻറ്റൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം നമുക്ക് ബോർഡിൽ എഴുതുന്നതിനുള്ള ഒരു പരിമിതി ഉണ്ട്. അതുപോലെ സ്റ്റെപ്പ് 16-ൽ ഞാനൊരു 4 സെൻറ്റൻസും കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കാതെ പോകരുത്. സ്റ്റെപ്പ് 16-ലെ ഡിസ്ക്രിപ്ഷൻ നോക്കണം, അതിൽ മലയാളവും ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഈ വീഡിയോയിലും കൊടുക്കുന്നതാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, യുവർ കാസ് നീഡ് സർവീസിങ്, നിങ്ങളുടെ കാറുകൾ സർവീസ് ചെയ്യാറായിരിക്കുന്നു. അതുപോലെ ഈ സ്ക്രൂ ടൈറ്റൻ ചെയ്യേണ്ടത് ആവശ്യമാണ്, മനസ്സിലായി? ആവശ്യമാണ്, അങ്ങനെയും പറയാം കേട്ടോ. അപ്പം നമ്മൾ ആവശ്യം നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം. ഓക്കെ, അപ്പം അങ്ങനെ തന്നെ എപ്പോഴും യൂസ് ചെയ്യണമെന്നില്ല, പക്ഷെ ഓർക്കുക അത് ആവശ്യമായിരിക്കുന്നു. ഓക്കെ, നീഡിനെ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഈ സ്ക്രൂ മുറുക്കാറായിരിക്കുന്നു, എങ്ങനെ പറയും? ഒന്ന് ആലോചിച്ച് നോക്കൂ. വെരി ഗുഡ്. ദിസ് സ്ക്രൂ നീഡ്സ് ടൈറ്റനിങ്, ടൈറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ ING കൊടുക്കുക, ടൈറ്റ് പ്ലസ് ING. ഓക്കെ, ടൈറ്റനിങ്. ഓക്കെ, സോ യുവർ സ്ക്രൂ, ദിസ് സ്ക്രൂ യുവർ സ്ക്രൂ അല്ല, ദിസ് സ്ക്രൂ നീഡ്സ് ടൈറ്റനിങ്. ഓക്കെ, വെരി ഗുഡ്. ഇനി അത്രയും മനസ്സിലായല്ലോ. ഇനി 6ാമത്തെ യൂസേജ് നോക്കൂ നീഡിൻ്റെ, ഇത്രയും കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബോറിങ്ങാകുന്നുണ്ടോ? ഓക്കെ, ഇതും കൂടെ ചെയ്ത് നമുക്ക് മതിയാക്കാം. ഓക്കെ, നീഡ് ഹാർഡ്ലി, നീഡ് ഓൺലി, ഈ 2 ഉപയോഗം കൂടെ പഠിക്കാൻ നമുക്ക്. അപ്പോൾ എപ്പോഴാണ് നീഡ് ഹാർഡ്ലി ഉപയോഗിക്കുന്ന ഒരു സബ്ജക്റ്റിൽ? ഇപ്പോൾ നമ്മൾ പറയാം അല്ലേ, എൻ്റെ കാർ എടുക്കാൻ നീ എന്നോട് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം, മനസ്സിലായി? അപ്പോൾ നോക്കൂ, ഐ നീഡ് ഹാർഡ്ലി സേ ദാറ്റ്. ഓക്കെ, ഐ നീഡ് ഹാർഡ്ലി സേ ദാറ്റ് യു ക്യാൻ യൂസ് മൈ കാർ. ഐ നീഡ് ഹാർഡ്ലി സേ ദാറ്റ് യു ക്യാൻ യൂസ് മൈ കാർ. അതായത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എൻ്റെ കാർ യൂസ് ചെയ്യാം, മനസ്സിലായോ? അപ്പോൾ ഐ നീഡ് ഹാർഡ്ലി സേ ദാറ്റ് യു ക്യാൻ യൂസ് മൈ കാർ. ഞാനത് പറയേണ്ട ആവശ്യമില്ല എന്ന്, മനസ്സിലായോ? ഐ നീഡ് ഹാർഡ്ലി സേ ദാറ്റ്. ക്ലിയർ? ഞാൻ പറയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നിനക്ക് എൻ്റെ കാർ യൂസ് ചെയ്യാം, നമ്മൾ അങ്ങനെ പറയാറില്ലേ? അപ്പോൾ അതുപോലെയുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ വേറൊരു സെൻറ്റൻസ് ആലോചിച്ച് ഇതുപോലെ സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കൂ. ക്ലിയർ? ദെൻ യു നീഡ് ഓൺലി സൈൻ ദിസ് പേപ്പർ. യു നീഡ് ഓൺലി സൈൻ ദിസ് പേപ്പർ. നീ ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്താൽ മാത്രം മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? യു നീഡ് ഓൺലി സൈൻ ദിസ് പേപ്പർ. നിങ്ങൾ ഈ പേപ്പറിൽ സൈൻ ചെയ്താൽ മാത്രം മതി. ഐ വിൽ ഡു ദ റെസ്റ്റ്. ബാക്കി ഞാൻ നോക്കിക്കോളാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് കൂടുതൽ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം. അപ്പം നമ്മൾ നീഡിൻ്റെ 7 ഉപയോഗം വരെ എത്തി, മനസ്സിലാവുന്നോ? അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് 16 കൂടെ നോക്കി ഒന്നുകൂടി നിങ്ങൾ റിവിഷൻ നടത്തണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ആ സെൻറ്റൻസുകളെല്ലാം ഒന്ന് വേണമെങ്കിൽ വേഗം ഒന്ന് പറഞ്ഞു പോകാം. ഇപ്പോൾ നീഡിൻ്റെ 1ാമത്തെ ഉപയോഗം എന്തായിരുന്നു? നമ്പർ കൃത്യമാണെന്നൊന്നുമില്ല, പക്ഷെ എല്ലാം ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ നീഡ് പ്ലസ് നൗൺ, സബ്ജക്റ്റ് പ്ലസ് നീഡ് പ്ലസ് നൗൺ ഒരു സ്റ്റെപ്പ് 16 പഠിച്ചോന്ന് ഓർത്ത് നോക്കൂ. വേഗം പറഞ്ഞു പോവാം, വേഗം ഒരു റിവിഷൻ നടത്തി നോക്കാം. അപ്പോൾ സബ്ജക്റ്റ് എടുക്കുക, ഐ നീഡ് നൗൺ അല്ലേ, ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേര് പറയാം. ഐ നീഡ് ആൻ ആപ്പിൾ ഓർ ഐ നീഡ് ആൻ അംബ്രല്ല. ഐ നീഡ് ആൻ അംബ്രല്ല. ക്ലിയർ? ഇനി 2ാമത്തെ എന്തായിരുന്നു? നീഡ് ടു, സബ്ജക്റ്റ് പ്ലസ് നീഡ് ടു പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഓക്കെ, അപ്പോൾ ഇത് തന്നെ നമുക്ക് ഇങ്ങനെ മാറ്റി പറയാം. ഐ നീഡ് ടു, അപ്പോൾ ഒരു വെർബ് വേണ്ടേ? അപ്പോൾ എനിക്ക് കൂടെ എടുക്കേണ്ടത് ആവശ്യമാണെന്നാണ് പറയേണ്ടതെങ്കിലോ ഐ നീഡ് ടു ടേക്ക് ആൻ അംബ്രല്ല. ഐ നീഡ് ടു ടേക്ക് ആൻ അംബ്രല്ല. അപ്പോൾ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇതൊക്കെ ഒരേ മീനിങ് തന്നെയാണ്. അപ്പോൾ എനിക്കൊരു അംബ്രല്ല ആവശ്യമാണ്,
എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന ഐ നീഡ് ടു ടേക്ക് ആൻ അംബ്രല്ല, എനിക്കൊരു കുട എടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക, ആവശ്യം വരുമ്പോൾ എടുത്ത് യൂസ് ചെയ്യാം. ഓക്കെ, ഐ നീഡ് ടു, ഇപ്പോൾ നീഡ് ടു പ്ലസ് വെർബ്. അപ്പോൾ ഇവിടെ നീഡ് ടു എന്നുള്ളത് എന്താണ്, മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യുന്നത്. നീഡ് മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിളാണ്. ഇനി നമ്മൾ മൂന്നാമത്തത് എന്തായിരുന്നു, നീഡ് ഓക്സിലറി വെർബായിട്ട്, അപ്പോൾ ടു യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ എന്ത് പറയണം, അപ്പോൾ നീഡ് ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, അത് പോസിറ്റീവ് സെൻറ്റൻസിൽ നീഡ് ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കില്ല. അപ്പോൾ നമ്മളവിടെ നെഗറ്റീവ് യൂസ് ചെയ്യണം. ഐ നീഡിൻഡ്. ഓക്കെ, ഐ നീഡിൻഡ്. ഇപ്പോൾ നീഡ് നോട്ട് എന്നുള്ളതിന് ഷോർട്ടാണ് ഐ നീഡിൻഡ്. ഐ നീഡിൻഡ് ടേക്ക് ആൻ അംബ്രല്ല, എനിക്കൊരു കുട എടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഐ നീഡിൻഡ് ടേക്ക് ആൻ അംബ്രല്ല ഇങ്ങനെയും പറയാം. അപ്പോൾ ഐ നീഡിൻ ടേക്ക് ആൻ അംബ്രല്ല എന്നുള്ളത് ഇതിനെ നമുക്ക് മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഐ ഡോണ്ട് നീഡ് ടു ടേക്ക് ആൻ അംബ്രല്ല എന്നും പറയാം. കൺഫ്യൂഷൻ ആകരുത്. വീഡിയോ നിങ്ങൾ പോസ് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സാവധാനം പഠിച്ചു പോയാൽ മതി. ഓക്കെ, എല്ലാം മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുന്നൊരവസ്ഥ വരരുത്. സാവധാനം 2 3 പ്രാവശ്യം വീഡിയോ കാണാം. ഐ ഡോണ്ട് നീഡ് ടു ടേക്ക് ആൻ അംബ്രല്ല. അപ്പോൾ ഇത് രണ്ടും ഒരേ അർത്ഥമാണ്. മനസ്സിലായി? 2 രീതിയിൽ പറയാമെന്ന് മാത്രം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് പഠിക്കുക. ഇനി ആരെങ്കിലും നമ്മളോട് ഇത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം. നമ്മൾ ഇതാണ് നമുക്ക് എളുപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ ഇതാരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ഷമയോടുകൂടി പഠിക്കുക. ഓക്കെ, ഐ നീഡിൻ ടു ടേക്ക് ആൻ അംബ്രല്ല എന്നും ഐ ഡോണ്ട് നീഡ് ടു ടേക്ക് ആൻ അംബ്രല്ല എന്ന് പറഞ്ഞാൽ ഒരേ മീനിങ് ആണ്. മനസ്സിലായി? ഇനി 4ാമത്തെ യൂസേജ് എന്തായിരുന്നു, പാസ്റ്റിൽ അല്ലേ. അപ്പോൾ ഐ നീഡഡ്. അപ്പോൾ ഇനി പാസ്റ്റ് വരുമ്പോൾ എന്തായിരിക്കണം, നീഡിന് പകരം നീഡഡ് കൊടുത്താൽ മതി. ഐ നീഡഡ് ആൻ അംബ്രല്ല, എനിക്കൊരു കുട ആവശ്യമായിരുന്നു. ഇവിടെ ആവശ്യമാണ്. ക്ലിയർ? ഓക്കെ, ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഐ ഡിഡിൻ നീഡ് ആൻ അംബ്രല്ല. ക്ലിയർ അല്ലേ? ഐ ഡിഡിൻ നീഡ് ആൻ അംബ്രല്ല, എനിക്ക് കൂടെ ആവശ്യമായിരുന്നില്ല. അങ്ങനെ പോസിറ്റീവ് ആക്കുക, നെഗറ്റീവ് ആക്കുക, ക്വസ്റ്റ്യൻ ആക്കുക. ഇനി ഡിഡ് ഐ നീഡ് ആൻ അംബ്രല്ല, എനിക്കൊരു കൂടെ ആവശ്യമായിരുന്നോ? ക്ലിയർ? അപ്പോൾ പാസ്റ്റ് ഫോം ആയില്ലേ? ക്ലിയർ അല്ലേ? അപ്പം ഇപ്പം നമ്മൾ ഇത്രയും പഠിച്ചത് ഈ കഴിഞ്ഞ ക്ലാസ്സിലെ റിവിഷനാണ്. ബാക്കി നിങ്ങൾ 5, 6, 7 ഇന്നത്തെ വീഡിയോ നോക്കുക. ക്ലിയർ അല്ലേ? ഇനി ഇത്രയൊക്കെ നമ്മൾ പഠിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മൾ വലിയ സെൻറ്റൻസ് ഒന്നും ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ വെറുതെ പറയാം, കുട എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് അതെങ്ങനെ പറയാമെന്നറിയാം, നോ നീഡ് ടു ടേക്ക് ആൻ അംബ്രല്ല. നോ നീഡ് ടു ടേക്ക് ആൻ അംബ്രല്ല. വളരെ സിമ്പിൾ അല്ലേ? നോ നീഡ് ടു ടേക്ക് ആൻ അംബ്രല്ല, കുട എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ വെർബ് നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി. ഇഷ്ടം പോലെ സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ അവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ പറയും, പോകുക എന്നല്ലേ. അപ്പോൾ ഈ ടേക്കിന് പകരം ഗോ എന്ന് കൊടുക്കുക. നോ നീഡ് ടു ഗോ ദെയർ, അവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നോ നീഡ് ടു ഗോ ദെയർ, അവിടെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവശ്യമില്ല, ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്പോക്കൺ ഇംഗ്ലീഷിലാവുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്താലും മതി. ക്ലിയർ? ഇനി ഇത് തന്നെ നമുക്ക് ദർ ഈസ് വെച്ചിട്ടും പറയാം. ദർ ഈസ് നോ നീഡ് ടു ഗോ ദെയർ, അങ്ങനെയും പറയാം. ഇപ്പോൾ ഇവിടെ നോ നീഡ് ടു ഗോ ദെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇത് അതേ മീനിങ് തന്നെയാണ് ഇതും. ദർ ഈസ് നോ നീഡ് ടു ഗോ ദെയർ, അവിടെ പോകേണ്ട ആവശ്യമില്ല. രണ്ടും ഒരേ മീനിങ് ആണ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ എളുപ്പത്തിൽ ഷോർട്ടായിട്ടൊക്കെ ചിലപ്പോൾ ബ്രോക്കണൊക്കെ ആയിട്ട് പറയില്ല. അപ്പോൾ അതിങ്ങനെയും അത് യൂസ് ചെയ്യാം. നോ നീഡ് ടു ഗോ ദെയർ. ക്ലിയർ അല്ലേ? ഇനി നിങ്ങളിവിടെ ഡിഫറെൻറ്റ് വെർബ് ഇട്ട് കൊടുക്കുക. ഇപ്പം മരുന്ന് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോ നീഡ് ടു ടേക്ക് മെഡിസിൻ. ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നോ നീഡ് ടു സീ ദ ഡോക്ടർ. ഇനി അവനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നോ നീഡ് ടു മീറ്റ് ഹിം. ക്ലിയർ? ഇനി റൂം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നോ നീഡ് ടു ക്ലീൻ ദ റൂം. Hope you have understood today's session, and thank you so much.